ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ദൈവവചനം ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വചനം. യഹോവ അവളുടെ ഗർഭം അടച്ചിരിക്കുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. എഫ്രൈം മലനാട്ടിലെ രാമാഥയും സോഫീമിൽ നിന്നുള്ള ഒരു കുലീന ലേവ്യ കുടുംബത്തിലെ ദമ്പതികളായ എൽക്കാനയും ഹന്നയും നേരിട്ട ജീവിത പ്രതിസന്ധികളും അതിനെ കൈകാര്യം ചെയ്ത വിധങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം. ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയായിട്ടാണ് ഹന്നയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി പരിഗണിക്കപ്പെടുമ്പോൾ അപ്രകാരമുള്ള ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിവില്ലാത്ത ഹന്ന ഹൃദയത്തിൽ വളരെ ഭാരപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മക്കളില്ലാത്ത ദുഃഖം പ്രാർത്ഥനയിൽ കൂടി മറയ്ക്കുവാൻ ഹന്ന ശ്രമിക്കുന്നു. എന്നാൽ ഭവനത്തിൽ ഹന്നയോടൊപ്പം താമസിക്കുന്ന തൻ്റെ പ്രതിയോഗിയായ പെനിന്ന മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഹന്നയെ പുച്ഛിക്കുവാനും ആക്ഷേപിക്കുവാനും മുതിരുന്നു. വന്ധ്യത ഒരു ശാപമായും ദൈവശിക്ഷയായും പരിഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ അതിൻ്റെ ഇരയായി ഹന്ന മാറുകയാണ്. ഒരു ഭവനാന്തരീക്ഷം കലുഷിതമാകുന്നത് സ്നേഹമില്ലാത്ത വാക്കുകളും പെരുമാറ്റങ്ങളും തുടരുമ്പോഴാണ്. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഇന്ന് നമ്മുടെ ഭവനാന്തരീക്ഷത്തെ നരക തുല്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എൽക്കാനയുടെ ഭവനത്തിൽ സഹഭാര്യയായ പെനിന്ന കുടുംബാന്തരീക്ഷത്തിന്റെ സമാധാനവും സന്തോഷവും കെടുത്തിക്കളയും. വിഷലിപ്തമായ വാക്കുകളും പെരുമാറ്റങ്ങളും കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കുകയും ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. പെനിന്നയെ നമ്മൾ പ്രതിക്കൂട്ടിൽ കയറ്റുമ്പോൾ നമ്മളൊരു ആത്മശോധനയ്ക്ക് തയ്യാറാകേണ്ടത് ആവശ്യമാണ്. എൻ്റെ നാവ്, എൻ്റെ വാക്കുകൾ, എൻ്റെ മനോഭാവങ്ങൾ മറ്റുള്ളവർക്ക് സാന്ത്വനം പകരുന്നതും ആശ്വാസം പ്രദാനം ചെയ്യുന്നതുമാണോ, അതോ വേദനിപ്പിക്കുന്നതും മുറിപ്പെടുത്തുന്നതുമാണോ? കുടുംബാന്തരീക്ഷത്തിലെ വേദന നിറഞ്ഞ സാഹചര്യത്തിൽ സ്നേഹനിർഭരമായ ഇടപെടൽ നടത്തുന്ന ഹന്നയുടെ ഭർത്താവ് എൽക്കാന കരുതലിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും ഉത്തമ മാതൃകയാണ്. ഹന്നെ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? എൽക്കാനയുടെ സ്നേഹത്തിൻ്റെ ഊർജം പകരുന്ന ഈ വാക്കുകൾ ഹന്നയുടെ ജീവിതത്തിന് കരുത്തു പകരുന്നു. കൂടാതെ അവൾ നിരാശപ്പെടാതെ ദൈവമുഖത്തേക്ക് നോക്കുന്നതിന് പ്രതീക്ഷയോടെ തൻ്റെ ജീവിതത്തെ അവൾ ഒരുക്കുകയും ചെയ്യുകയാണ്. എൽക്കാനയുടെ സ്നേഹത്തിൻ്റെ ഊർജം പകരുന്ന ഈ വാക്കുകൾ ഹന്നയുടെ ജീവിതത്തിന് കരുത്തു പകരുന്നു. കൂടാതെ അവൾ നിരാശപ്പെടാതെ ദൈവമുഖത്തേക്ക് നോക്കുന്നതിന് പ്രതീക്ഷയോടെ തൻ്റെ ജീവിതത്തെ അവൾ ഒരുക്കുന്നു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് 18-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിത ദുരിതങ്ങളുടെയും തകർച്ചകളുടെയും നിരാശയുടെയും ഒറ്റപ്പെടലുകളുടെയും അനുഭവങ്ങളിൽ സാരമില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ചേർത്ത് നിൽപ്പിൻ്റെ വാക്കുകൾ ജീവിത ബന്ധങ്ങൾക്ക് കരുത്തും ശക്തിയും പകരുന്ന ധന്യമായ അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ മുറിവേറ്റ് വേദനിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. അവർക്ക് നിങ്ങൾ നൽകുന്ന ഉറപ്പും ധൈര്യവും പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്നതിനും ദൈവിക അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കുന്നതിനും ഇടയായിത്തീരും. ദൈവം നിങ്ങൾ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ആമേൻ.